ഹലോ, afisnotebookന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്കറിയാം. നെക്സ്റ്റ് വീഡിയോ ഞാൻ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിരുന്നു. ബ്ലാക്ക് ഷൂ ആവട്ടെ, ബ്രൗൺ ഷൂ ആവട്ടെ, പോളിഷ് കഴിഞ്ഞ് പോവുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഷൂ പോളിഷ് ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പൂവുണ്ടല്ലോ, ചെമ്പരത്തി പൂ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഷൂ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണത്. കണ്ടു നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇനി എന്ത് വീഡിയോസ് ഇട്ടാലും അത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു ചെമ്പരത്തി പൂവ് എടുക്കുക. പൂവ് ഏത് കളറിൻ്റെ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഷൂമിൽ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് ആ എതളുകൾ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു പൂവ് മതി, ഒരു ജോഡി ഷൂ പോളിഷ് ചെയ്യാൻ അത് മതി, ധാരാളം. ബ്രൗൺ ഷൂ ആയാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഷൂ പോളിഷിൻ്റെ അതേ പെർഫെക്ഷൻ കിട്ടുന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷേ അതിനോടടുത്ത് നിൽക്കും. പിന്നെ എന്താണ്, നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ മിക്ക വീടുകളിലും ഉള്ളതാണല്ലോ ചെമ്പരത്തി പൂവ്, എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല ചെടി. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതുമാതിരി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പോളിഷ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ ഇതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ആ എതളിൻ്റെ തരികളൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ നമ്മളതൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും, നല്ല കളറും കിട്ടിയിട്ടുണ്ടാവും ഷൂവിന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ തുണിയിൽ വെള്ളം നനച്ച് തുടച്ചാൽ കിട്ടുന്ന പെർഫെക്ഷനോ നല്ല ഇത് ചെയ്താൽ കിട്ടുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ. എന്നിട്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കമൻസ് അറിയിക്കണം. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു ഔട്ടിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്